രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ മോദി സർക്കാരിന്റെ വൻ വീഴ്ച പറ്റിയെന്ന് വെളിവാക്കിക്കൊണ്ട് പല ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. തീവ്രവാദി ആക്രമണം നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും തീവ്രവാദികളെ പിടികൂടാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം. കഴിഞ്ഞ ഒരു വർഷമായി ഈ തീവ്രവാദി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഹാഷിം മൂസ താമസിച്ചത് ഇന്ത്യയിലാണ്. ഇതിനിടയിൽ 3 ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഇയാൾ ചുക്കാൻ പിടിച്ചു എന്നതും ശ്രദ്ധേയമാണ്. എന്നിട്ടും ഈ തീവ്രവാദിയെ കണ്ടെത്താനോ വേണ്ട സുരക്ഷാ നടപടി സ്വീകരിക്കാനോ മോദി സർക്കാരിന് കഴിഞ്ഞില്ല. അതിർത്തി കടന്നു വരുന്ന തീവ്രവാദികളെ തടയുമെന്ന് ഉറപ്പു പറഞ്ഞ നരേന്ദ്രമോദി രാജ്യത്തിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞുകയറി ഇത്രയും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഗൂഢാലോചന നടത്തുമ്പോഴും അറിഞ്ഞില്ല എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. മോദി സർക്കാരിന്റെ മൂക്കിനു താഴെ വന്ന് 26 മനുഷ്യജീവനുകൾ ഇല്ലാതാക്കിയിട്ട് പോയപ്പോഴും അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നല്ലാതെ വേണ്ട നടപടികളൊന്നും കൈക്കൊള്ളാൻ ഇപ്പോഴും മോദിക്ക് കഴിഞ്ഞിട്ടില്ല. രാജ്യസുരക്ഷയ്ക്ക് മോദി സർക്കാർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്ന് വെളിവാകുന്ന പല വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു വരുന്ന വിനോദസഞ്ചാരികളാണ് തങ്ങളുടെ യാത്രക്കിടയിൽ അവിചാരിതമായി പകർത്തിയ പല വീഡിയോ ദൃശ്യങ്ങളിലും തീവ്രവാദികളുടെ സാന്നിധ്യം വെളിവാക്കുന്ന പല ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സഞ്ചാരിയായ ഋഷി ഭട്ട് ചിത്രീകരിച്ച വീഡിയോയിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. പഹൽഗാമിൽ ഭീകരർ വെടിയുതിർക്കുമ്പോൾ ഇതൊന്നും അറിയാതെ പകർത്തിയ സെൽഫി വീഡിയോ ആണിത്. സിപ്പ് ലൈനിലൂടെ പോകുമ്പോൾ വെടിവയ്പ് നടക്കുന്നതും ആളുകൾ ചിതറിയോടുന്നതും വെടിയേറ്റ് വീഴുന്നതുമെല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. പഹൽഗാം തീവ്രവാദി ആക്രമണം തുടങ്ങിയപ്പോൾ കാശ്മീരി സിപ്പ് ലൈൻ ഓപ്പറേറ്റർ വെടിവെച്ച കേൾക്കുമ്പോൾ തന്നെ നാലുപാടും നോക്കി ഒരു ഭാവഭേദവും ഇല്ലാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സിപ്പ് ലൈൻ യാത്രക്കാരെ യാത്രയായിരുന്നു. വെടിവെച്ച കേട്ടിട്ടും ഒരു ഭാവഭേദമില്ലാതെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം. അല്ലാഹു അക്ബർ, अल्लाह अकबर, अल्लाह अकबर। बैठो, पैर लंबा करो। അതിനു പുറമെ മറ്റൊരു വിനോദസഞ്ചാരി പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആ പ്രദേശം സന്ദർശിച്ചപ്പോൾ ചിത്രീകരിച്ച ഒരു വീഡിയോയിൽ ഇപ്പോൾ തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 18-ന് മലയാളിയായ ശ്രീജിത്ത് രമേശൻ പകർത്തിയ ദൃശ്യങ്ങളിലാണ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ വളരെ വ്യക്തമായി പതിഞ്ഞത്. വളരെ നിസ്സാരമായി വിനോദസഞ്ചാരികൾക്കിടയിൽ കൂടി നടന്നു പോകുന്ന തീവ്രവാദികളെ കാണുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും ചോര തിളയ്ക്കുകയും നെഞ്ചിടിക്കുകയും ചെയ്യും. ഇത്രയധികം സുരക്ഷാ സംവിധാനമുള്ള ഇന്ത്യൻ മണ്ണിലാണ് തീവ്രവാദികൾ യാതൊരു കൂസലുമില്ലാതെ സഞ്ചരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ എന്താണ് ഇന്ത്യൻ ഭരണ സംവിധാനം ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുന്ന സുരക്ഷാ സംവിധാനം എന്ന് വ്യക്തമാണ്. പെട്ടെന്ന് ഈ പ്രദേശത്തേക്ക് കടന്നു കയറിയവരല്ല അവരൊന്നും. കൃത്യമായ ആസൂത്രണം ചെയ്ത് ദിവസങ്ങൾ ഈ പ്രദേശത്ത് സഞ്ചരിച്ചും ഇവിടെ കഴിഞ്ഞും മനസ്സിലാക്കി നടപ്പിലാക്കിയ ഭീകരാക്രമണമാണ് ഇതെന്നും വ്യക്തമാണ്. ഇന്ത്യൻ സുരക്ഷാ സേനയിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ട് മോദി സർക്കാർ നടപ്പിലാക്കിയ നയമാണ് പഹൽഗാമിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെന്നും സുരക്ഷാ സൈനികരുടെ എണ്ണത്തിൽ വന്ന കുറവും ആരോപിച്ചുകൊണ്ട് മോദിയുടെ പാളയത്തിൽ നിന്ന് തന്നെ പലരും ഇതിനോടകം രംഗത്ത് വന്നു. ഈ അവസരത്തിലാണ് ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. രാജ്യസുരക്ഷയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് ഈ കാണുന്ന ദൃശ്യങ്ങൾക്ക് മോദി സർക്കാരിന് എന്ത് ഉത്തരമാണ് പറയാനുള്ളത്? അറിഞ്ഞുകൊണ്ട് ബലി കൊടുത്തത് തന്നെയല്ലേ 26 ജീവനുകളെ. നാണമില്ലല്ലോ മോദി സർക്കാരെ. വോട്ടു തന്ന് നിങ്ങളെ വിശ്വസിച്ച് ജയിപ്പിച്ച ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം സർക്കാരെ.